ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാനൊരു കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഈ കഥയിൽ നിന്നും എന്തെങ്കിലും ഒരു നന്മ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായും സന്തോഷമായും സേഫായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലെ ഒരു പ്രൈമറി സ്കൂളാണ് രംഗം. അവിടെ കുട്ടികളെ സഹായിക്കുവാൻ വോളണ്ടിയറായി എത്തിയതായിരുന്നു ലോറി ബ്രൗൺ. ലോറിയുടെ പുന്നാരമോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. തന്മൂലമാണ് ലോറി വോളണ്ടിയർ ജോലിക്ക് അവിടെ എത്തിയത്. കുട്ടികളുടെ വിവിധ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയാണ് വോളണ്ടിയറുടെ ജോലി. നമുക്കെല്ലാം അറിയാല്ലേ. കുട്ടികൾ പലപ്പോഴും ലോറിയെ സമീപിച്ചു. പക്ഷേ ആ കുരുന്നു കുട്ടികൾക്ക് പറയുവാനുള്ളതെല്ലാം പരാതികളായിരുന്നു. അവൻ എന്നെ ഇടിച്ചു, അവൾ എന്നെ തോണ്ടി, അവൻ എൻ്റെ പുസ്തകവും പേനയും എടുത്തു. അങ്ങനെ പോയി അവരുടെ പരാതികൾ. ചെറുപ്പം മുതൽ പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും വളരേണ്ട കുട്ടികൾ അവർ ഇങ്ങനെ വഴക്കടിച്ച് വളർന്നാൽ സ്ഥിതി എന്താകും? ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ലോറി ആഗ്രഹിച്ചു. അങ്ങനെയാണ് സ്കൂൾ അധികാരികളുടെ അനുവാദത്തോടെ ഒരു പുതിയ പദ്ധതിക്ക് ലോറി തുടക്കമിട്ടത്. മറ്റുള്ളവരോട് ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതുമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തികൾ കുട്ടികൾ ഒരു കടലാസിൽ എഴുതി ഓരോ ദിവസവും ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക. ഇതായിരുന്നു ലോറി തുടക്കമിട്ട പുതിയ പരിപാടി. കുട്ടികൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ എത്ര നിസ്സാരമായിരുന്നാലും അവയെല്ലാം കടലാസിൽ എഴുതി കൊടുക്കണമെന്ന് ലോറി നിർബന്ധം പിടിച്ചു. എഴുതുവാൻ നന്നായി വശമില്ലാതിരുന്ന കുട്ടികൾ പോലും ഈ പരിപാടിയിൽ സഹകരിച്ചു. അവരിൽ ചിലർ എഴുതിയ റിപ്പോർട്ടുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ നിലത്ത് വീണു, അപ്പോൾ മനു വന്ന് എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഞാൻ തന്നെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ സാറ വന്ന് എനിക്ക് കൂട്ടിനിരുന്നു. ടീനായുടെ പേന നിലത്ത് വീണപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു. ലോറിയുടെ കയ്യിൽ കിട്ടിയ ഈ റിപ്പോർട്ടുകളൊക്കെ സ്കൂളിന്റെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. അവ കണ്ടപ്പോൾ മറ്റു കുട്ടികൾക്കും താല്പര്യമായി. അവരും റിപ്പോർട്ടുകൾ എഴുതുവാൻ തുടങ്ങി. ഓരോ ആഴ്ചയും റിപ്പോർട്ടുകളുടെ എണ്ണം കൂടി വന്നു. ലോറി അവയെല്ലാം കൃത്യമായി പുതിയ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിച്ചു. ആ റിപ്പോർട്ടുകളെല്ലാം കുട്ടികൾക്ക് കാണുകയും വായിക്കുകയും ചെയ്യാവുന്ന രീതിയിലായിരുന്നു ലോറി സംവിധാനം ചെയ്തിരുന്നത്. ഇക്കാര്യത്തിൽ കുട്ടികളുടെ താല്പര്യം വർദ്ധിക്കുവാൻ വേണ്ടി അലങ്കാര മണികളോടെയായിരുന്നു ലോറി ആ റിപ്പോർട്ടുകളെല്ലാം പ്രദർശിപ്പിച്ചത്. ചിലപ്പോൾ വൈദ്യുത ദീപ അലങ്കാരത്തിനും ലോറി മുതിർന്നു. സ്നേഹപ്രവൃത്തികളുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ കുട്ടികൾ തയ്യാറാക്കുവാൻ തുടങ്ങിയതോടെ അവരുടെ സ്വഭാവത്തിനും വലിയ മാറ്റം വന്നു. പരസ്പരം മല്ലടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നവർ പരസ്പരം സഹായിക്കുന്നവരായി മാറി. ഉച്ചഭക്ഷണ സമയത്ത് ആരും പറയാതെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അവർ പരസ്പരം പങ്കുവെച്ചു. കൊച്ചു കാര്യങ്ങളിൽ പോലും അവർ പരസ്പരം പരിഗണനയോടെ പെരുമാറി. കൂട്ടുകാരെ കുറിച്ച് പരാതി പറയേണ്ട അവസരം ഇല്ലാതായി. കുട്ടികൾ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ പല ദുശീലങ്ങളും അവരിൽ നിന്നും അപ്രത്യക്ഷമായി. ഓരോ തവണയും കുട്ടികൾ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ലോറി സൂക്ഷിച്ചു വെച്ചിരുന്നു. അക്കൊല്ലം ക്ലാസുകളുടെ അവസാന ദിവസം ആ റിപ്പോർട്ടുകൾ മുഴുവനും ലോറി വീണ്ടും സ്കൂളിലും പരിസരത്തുമായി പ്രദർശിപ്പിച്ചു. വളരെ നീളമുള്ള റോൾ പേപ്പറിൽ അവ ഓരോന്നായി പിൻ ചെയ്ത് സ്കൂൾ കെട്ടിടത്തിന് ചുറ്റും പ്രദർശിപ്പിക്കുകയാണ് ലോറി ചെയ്തത്. റിപ്പോർട്ടുകൾ വായിച്ച ശേഷം ഓരോരുത്തർക്കും അവരവരുടെ പേരിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ടുപോകുവാൻ ലോറി അനുവാദം നൽകി. കുട്ടികളെല്ലാം ഏറെ ആഹ്ലാദത്തോടെയായിരുന്നു റിപ്പോർട്ടുകളുമായി അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ലോറിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദി ലിറ്റിൽ തിങ്സ് മീൻ എ ലോട്ട് എന്ന പേരിലുള്ള ലേഖനത്തിൽ എഴുത്തുകാരിയും ലോറിയുടെ അമ്മയുമായ എല്ലി ബ്രൗൺ ഹേലിയാണ് ഈ സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതിനും എന്തിനും മറ്റുള്ളവരോട് മല്ലടിക്കുകയും അവരുടെ മേൽ കുതിര കയറുകയും ചെയ്യുന്ന രീതിയല്ലേ നമ്മൾ പലരുടെയും. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ രീതിയിലല്ലേ വളർന്നു വരൂ? നാം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറാതെ ഇരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെയും സ്നേഹമോ കാരുണ്യമോ ഉണ്ടാകില്ല. കൂട്ടുകാരെ, തിന്മയുടെ വഴിയിൽ നിന്നും നന്മയുടെ പാതയിലേക്ക് കൊച്ചുകുട്ടികളെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു സ്നേഹപ്രവൃത്തികളുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ലോറി ആവശ്യപ്പെട്ടത്. നന്മ പ്രവൃത്തികളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ശ്രദ്ധയും താല്പര്യവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലായി. പിന്നെ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ സ്വഭാവ രീതികൾക്കും ഏറെ മാറ്റമുണ്ടായി.
നമ്മുടെ കുട്ടികൾ നല്ലവരായി വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലേ? എന്നാൽ അവർ നല്ലവരായി വളരുന്നതിനുള്ള അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും നാം നൽകുമോ? കള്ളം പറയുകയും അനീതി പ്രവർത്തിക്കുകയും മറ്റുള്ളവരോട് കരുണയില്ലാതെ പെരുമാറുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലവരായി എങ്ങനെ നമുക്ക് വളർത്താനാകും? ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നാം കാണിക്കുന്ന മാതൃക അവരുടെ നല്ല വളർച്ചയല്ലേ ദോഷകരമായി ബാധിക്കുക? അവർ മോശക്കാരായി വളർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കല്ലാതെ മറ്റാർക്കാണ് കൂട്ടുകാരെ? കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല കൊച്ചു കുട്ടികളുടെ ജീവിതം എന്നത് ശരി തന്നെ. ടെലിവിഷനും ഇന്റർനെറ്റും ഒക്കെ അവരുടെ മുൻപിൽ സൃഷ്ടിക്കുന്ന മായാലോകവും അവരുടെ ജീവിതത്തെയും വളർച്ചയെയും ഒക്കെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. എന്നിരുന്നാലും കുറെ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ലോറി കാണിച്ചു തന്നതുപോലെ നമ്മുടെ കുട്ടികളെയും നന്മയുടെ പാതയിലൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടാകണം. അതോടൊപ്പം അവർക്ക് സന്മാതൃകയും ക്രിയാത്മകമായ പ്രചോദനവും നൽകുവാനുള്ള മനസ്സും നമുക്ക് വേണം. അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.